ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനീസ് കിച്ചൺ. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന മുട്ടയൊന്നുമില്ലാതെ ഒരു അടിപൊളി കപ്പ് കേക്കാണ്. നമ്മുടെ ഇഡലിപ്പാത്രത്തിൽ ടീ ഗ്ലാസ്സിൽ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ കപ്പ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു അരിപ്പ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ മൈദ നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ഓയിലും 1/2 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. ഈ തൈര് നമ്മൾ എടുക്കുന്നത് മുട്ടയ്ക്ക് പകരമാണ്. തൈര് വേണ്ടെന്നുള്ളവർക്ക് 2 മുട്ടയും ചേർത്ത് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ലൂസ് ആക്കി എടുക്കണം. അതിനായി ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 1/4 കപ്പ് വെള്ളം മുഴുവത്തോടെ ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് ലൂസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ബാറ്റർ നല്ലപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 4 ഡിസ്പോസിബിൾ ഗ്ലാസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസിന്റെ പകുതിയോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ ഗ്ലാസ്സിലും ബാറ്റർ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാ ഗ്ലാസും ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇഡലിപ്പാത്രത്തിലാണ് നമ്മളിന്ന് കപ്പ് കേക്ക് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിപ്പോൾ ഒരു ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പാത്രം ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടീ കപ്സ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 തൊട്ട് 30 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ച് നമ്മുടെ കപ്പ് കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ സ്റ്റിക്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി എല്ലാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പൊ നമ്മുടെ ഗ്ലാസ് ഒക്കെ ചെറുതായി തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് വെടിവിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലാസ് കമഴ്ത്തി വെച്ച് ചെറുതായി തട്ടിക്കൊടുത്ത സിമ്പിളായി നമ്മുടെ കേക്ക് ഗ്ലാസ്സിൽ നിന്ന് വിട്ടുപോരുന്നതാണ്. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്കെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു ടീ ഗ്ലാസ് കപ്പ് കേക്ക് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഓവനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കപ്പ് കേക്കാണിത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക്